ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. നീ തുടർന്ന് നാശനഷ്ടങ്ങളുണ്ടായ വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും എല്ലാ സഹായവുമായി സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എപ്പോഴും സാറിനെ കൈകിട്ടിന്ന് വരില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം വൈകിയെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെ കാറിലടിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. അൻപത്തിയേഴ് വർഷം ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ, പറഞ്ഞുകൂട്ടിയ നുണകൾ, കുറ്റകൃത്യങ്ങൾ, ചെയ്ത ചതി, വഞ്ചന സന്ദർശിച്ചു മടങ്ങിയോ? തീർച്ചയായും സുജയ, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞത്തെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. നേരത്തെ ഏതാണ്ട് 1 മണിക്കൂറോളം തന്നെ മുഖ്യമന്ത്രി ഇവിടെ ചെലവഴിക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ സ്ഥലത്തെത്തുമ്പോൾ തന്നെ പ്രതിഷേധം നേരിയ തോതിൽ തുടങ്ങിയിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സന്ദർശനം വൈകുന്ന സാഹചര്യത്തിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയാ, ഞാൻ പോകണേ. 4 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മന്ത്രിമാർ സ്ഥലത്തെത്താൻ. ഇതിൽ തന്നെ കടുത്ത പ്രതിഷേധമാണ് വിഴിഞ്ഞംകാർ രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നെന്ന് ആദ്യം അറിയിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് സംസാരിക്കാനുള്ള സമയം നൽകിയിരുന്നത്. ജീവിതകാലത്ത് നന്നാവില്ല. മുഖ്യമന്ത്രി സംസാരിച്ച് പുറത്തിറങ്ങുന്നതിനിടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി ചുറ്റും കൂടിയത്. ഏതാണ്ട് 4-5 മിനിറ്റോളം നേരം മുഖ്യമന്ത്രിയുടെ വാഹനം തടഞ്ഞു വെക്കാനുള്ള ശ്രമം ആവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി നേരത്തെ നൽകിയ ഉറപ്പ് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്കായിരുന്നു ഇവർ എത്തുന്നത്. സ്വാഭാവികമായി മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. വിഴിഞ്ഞത്ത് നിന്ന് ശ്രീധരൻ ചേരുകയാണ്. അഞ്ചു മിനിറ്റോളം മുഖ്യമന്ത്രിയുടെ വാഹനം പ്രതിഷേധക്കാർ തടയുന്ന കാഴ്ചയാണ് വിഴിഞ്ഞത്ത് കണ്ടത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. സ്ക്രീനിൽ കാണാം. ഇനി ജയിലായിട്ട് വരണോട്ടോ. ഓക്കെ, സ്ക്രീനിൽ കാണാം. ആയിക്കോട്ടെ. എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ.